നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡന്റ് സ്പീഡ് ന്യൂസ് 20ലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജനനി. ഇപ്പോഴത്തെ പ്രധാന വാർത്തകൾ. പണപ്പെരുപ്പം കുറഞ്ഞു. അയർലൻഡിൽ പണപ്പെരുപ്പ നിരക്ക് കുറഞ്ഞു. ഡിസംബർ വരെയുള്ള 12 മാസങ്ങളിൽ 2.8% പണപ്പെരുപ്പം. ഷീല ഗാരറ്റി മത്സരിക്കും. ഐറിഷ് പ്രസിഡന്റ് കാതറിൻ കനോലിയുടെ മുൻ ക്യാമ്പയിൻ മാനേജർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കും. ഗാൽവേ വെസ്റ്റിലാണ് സ്ഥാനാർത്ഥിയാകുന്നത്. യാത്രികരുടെ എണ്ണത്തിൽ റെക്കോർഡ്. പ്രതിവർഷ യാത്രികരുടെ എണ്ണത്തിൽ റെക്കോർഡ് ഭേദിച്ച് ഡബ്ലിൻ വിമാനത്താവളം. കഴിഞ്ഞ വർഷം ഡബ്ലിൻ വിമാനത്താവളം വഴി 36.4 ദശലക്ഷം യാത്രക്കാരാണ് സഞ്ചരിച്ചത്. അപേക്ഷകളിൽ വർധന. അമേരിക്കക്കാരിൽ നിന്നും ലഭിക്കുന്ന അഭയാർത്ഥി അപേക്ഷകളുടെ എണ്ണത്തിൽ വർധന. കഴിഞ്ഞ വർഷം 94 US പൗരന്മാരാണ് അയർലൻഡിൽ അന്താരാഷ്ട്ര സംരക്ഷണം തേടിയത്. RTIയുടെ CFO മാരി ഹാർലി രാജിവെച്ചു. പുതിയ ചുമതല ഏറ്റെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് രാജി. ഏഡൻഡറിയിലെ കാസിൽ വ്യൂ പാർക്കിലെ വീടിന് തീയിട്ട സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്തയാളെ വിട്ടയച്ചു. 20 വയസ്സുള്ള യുവാവിനെയാണ് കുറ്റം ചുമത്താതെ വിട്ടയച്ചത്. കെറി തീരത്ത് മത്സ്യബന്ധന ബോട്ട് അപകടത്തിൽപ്പെട്ടു. സംഭവത്തിൽ മത്സ്യത്തൊഴിലാളി മരിക്കുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നേട്ടവുമായി ട്രിനിറ്റി കോളേജ് ഡബ്ലിൻ. ട്രിനിറ്റി കോളേജ് ഓഫ് ഡബ്ലിന് അംഗീകാരം. യൂറോപ്പിലെ ഏറ്റവും ആകർഷകമായ അക്കാദമിക് ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി. അമേരിക്കയെ പിന്നിലാക്കി ഇന്ത്യ. അയർലൻഡിലെ വിദേശ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാർ. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ 10% ഇന്ത്യക്കാരാണെന്ന് റിപ്പോർട്ട്. സഹായം അഭ്യർത്ഥിച്ച് പോലീസ്. ഡബ്ലിനിൽ കാറിടിച്ച് പെൺകുട്ടിക്ക് സാരമായി പരിക്കേറ്റ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ച് പോലീസ്. വിവരം ലഭിക്കുന്നവർ ബന്ധപ്പെടണമെന്ന് നിർദ്ദേശം. തനിക്ക് ലഭിച്ച നൊബേൽ സമ്മാനം ഡൊണാൾഡ് ട്രംപിന് സമ്മാനിച്ച് വെനസ്വേലയുടെ പ്രതിപക്ഷ നേതാവ് മരിയ കൊറീന മച്ചാഡോ വൈറ്റ് ഹൌസിലെത്തിയായിരുന്നു സമ്മാനം കൈമാറിയത്. ഇറാനെ ആക്രമിക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതായി പാകിസ്ഥാനിലെ ഇറാൻ പ്രതിനിധി. ഇറാനുമായി അമേരിക്ക യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്നും റസ അമീരി മുഖദ. ബ്രിഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ പിടിച്ചെടുത്ത് BJP ഷിൻഡെ സഖ്യം. കോർപ്പറേഷനിൽ 217 ഇടങ്ങളിലെ ഫലങ്ങൾ പുറത്തുവരുമ്പോൾ 116 സീറ്റുകളാണ് സഖ്യം നേടിയത്. ഇന്ത്യൻ ക്രിക്കറ്റ് 2020 ടീമിന്റെ നായകനായ സൂര്യകുമാർ യാദവിനെതിരെ ആരോപണം ഉന്നയിച്ച നടി ഖുഷി മുഖർജിക്കെതിരെ മാനനഷ്ടത്തിന് കേസ്. മീഡിയ ഇൻഫ്ലുവൻസർ ഫൈസൽ അൻസാരിയാണ് കേസ് ഫയൽ ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ യുവതിയെ അധിക്ഷേപിച്ച വനിതാ കോൺഗ്രസ് നേതാവ് രജിത പുളിക്കൽ അറസ്റ്റിൽ. പത്തനംതിട്ട സൈബർ പോലീസാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മലപ്പുറം കരിവാരക്കുണ്ടിൽ 14കാരിയെ കൊലപ്പെടുത്തിയ 16കാരൻ അറസ്റ്റിൽ. കുട്ടിയെ കൈയും കാലും കെട്ടി പീഡിപ്പിച്ച ശേഷം കഴുത്തു ഞെരിച്ച് കൊല്ലുകയായിരുന്നു. ജഡേജയ്ക്ക് പകരം ആയുഷ്. ന്യൂസിലൻഡിനെതിരെയുള്ള 3ാം ഏകദിനത്തിലുള്ള ഇന്ത്യൻ ടീമിൽ രവീന്ദ്ര ജഡേജയ്ക്ക് പകരം ആയുഷ് ബദ്വനി കളിച്ചേക്കും. പ്രസിദ്ധ് കൃഷ്ണയ്ക്ക് പകരം അർഷ്ദീപ് സിംഗ് ടീമിലെത്തുമെന്നും റിപ്പോർട്ടുണ്ട്. AC മിലാന് ജയം. ഇറ്റാലിയൻ സീരി എയിൽ AC മിലാന് തകർപ്പൻ ജയം. കോമോയെ 1-നെതിരെ 3 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. അയർലൻഡിൽ മഴ. അയർലൻഡിൽ വരും മണിക്കൂറിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മെറ്റ് എയറാൻ. ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് മഴ. മഴയ്ക്ക് ശമനം. സംസ്ഥാനത്ത് മഴയ്ക്ക് ശമനം. നാളെ മുതൽ ഒരു ജില്ലയിലും മഴ പെയ്യുമെന്ന് അറിയിപ്പില്ല. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി newsindependence.com എന്ന വെബ്സൈറ്റും ന്യൂസ് ഇൻഡിപെൻഡൻസ് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളും വാട്സ്ആപ്പ്, യൂട്യൂബ് ചാനലുകളും സന്ദർശിക്കുക. ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമസ്കാരം.